വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കപ്പർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സുപ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്കൊന്നിനും ഒരു കുറവുണ്ടാകാതെ ഇത്രത്തോളം നടത്തിയ അവിടുത്തെ വലിയ കരുണയ്ക്കായി, കരുതലിനായി പൊന്നുനാമത്തിന് സ്തോത്രം. താവേടിയങ്ങൾ യാത്രയാകുന്നു. വിവാഹം സ്വർഗത്തിലെ ദൈവം ഏദൻ തോട്ടത്തിൽ അടിയങ്ങൾക്കായി സ്ഥാപിച്ച വലിയൊരു ശുശ്രൂഷയാകുന്നുവല്ലോ. താവേ തലമുറകൾ കൈമാറി ഇന്ന് അടിയങ്ങൾക്ക് അനുഗ്രഹീതമായ രീതിയിൽ നടത്തുവാൻ അവിടുന്ന് കൽപ്പിച്ചു തന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. താവേ, ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ശുശ്രൂഷയും അങ്ങേയറ്റം അനുഗ്രഹപ്രദമായി തീരുവാൻ അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം ധന്യമാക്കി കൊടുക്കണമേ, സന്തോഷകരമാക്കണമേ, ആനന്ദകരമാക്കണമേ. സമൃദ്ധിയുള്ള കുടുംബജീവിതം നയിപ്പാൻ കുഞ്ഞുങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുഭവനങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കുന്ന ശുശ്രൂഷയിലും അവിടുത്തെ വലിയ കൃപ വ്യാപരിക്കണമേ. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ജീവിതം ആരംഭിക്കുവാൻ, കർത്താവിൽ ആശ്രയിച്ച് ജീവിതം തുടരുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവിയോട് കൂടെ ഇരിക്കണമേ. ഭൗതികവും ആത്മീയവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമേ. എപ്പോൾ യാത്ര പോകുന്ന സാന്നിധ്യം കൂടെ പോകണമേ. യാതൊരാപത്തും അനർത്ഥമുണ്ടാകാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമായി പരിപാലിച്ച് എത്തേണ്ടടുത്ത് എത്തുവോളം കാത്തുകൊണ്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ കൃപ എല്ലാത്തിൻ്റെ മേലും വ്യാപരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മറുപടി അയച്ചതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Blessed be the Lord God Almighty, who reigns forever.
till